കണ്ണൂർ നഗരത്തിൽ ഇന്നലെയും ഇന്ന് രാവിലെയുമായി 70-ലേറെ പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. തെരുവുനായ്ക്കളെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. ബസ് സ്റ്റാൻഡ് ഭാഗം, പരിസരം, സ്റ്റേഡിയം എല്ലാം തുടങ്ങി. ഈ പിടികൂടുന്ന നായകളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഊരത്തൂർ ABC സെന്ററിൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഇന്നലെ തെരുവുനായുടെ ആക്രമണം ഉണ്ടായതാണ്. ഇന്ന് രാവിലെയും ഈ തെരുവുനായെ പിടികൂടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ, അരുൺ? ഉന്മേഷം, ഈ ആൾക്കാരെ ആക്രമിക്കുന്ന തെരുവുനായെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപകടകാരിയായിട്ടുള്ള തെരുവുനായയാണ്. ആ നായയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകളെ പിടികൂടി ABC സെന്ററിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ ഓരോ നിമിഷവും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ആ തെരുവുനായയുടെ കടിയേറ്റ് എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. നമ്മളിപ്പോൾ കാണാം, ഇതാ ഇവരൊക്കെ കടിയേറ്റ് വന്നവർ. എവിടുന്നാണ് കടിയേറ്റത്? എവിടുന്നാണ്? മനസ്സിലായി, ഹിന്ദി മനസ്സിലായി. ഓക്കെ. അങ്ങനെ ഇപ്പോൾ ഒരു അതിഥി തൊഴിലാളിയാണ്, ഇതര സംസ്ഥാന തൊഴിലാളിയാണ് അവിടെ കടിയേറ്റത്. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്നവരെല്ലാം ഇവിടെ കടിയേറ്റ് വന്നവരാണ്. പ്രായമുള്ളവർ, കുട്ടികൾ. 2 വയസ്സുള്ള കുട്ടിക്ക് ആ കടിയേറ്റിട്ടുണ്ട്. ആ രീതിയിൽ നിരവധി പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ഇരയായിട്ടുള്ളത്. അപ്പൊ എവിടുന്നാണ്? സ്നേഹാലയമില്ലേ, അറിയാം, അതിന്റെ നേരെ താഴെ. എന്താ സംഭവിച്ചത്? സംഭവിച്ചൊന്നുമില്ല. ഞാൻ വിചാരിച്ച ഈ മുള്ള മറ്റോ കുടിക്കാന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയതാ. നോക്കുമ്പോൾ നായാന്നുള്ള. അപ്പോഴേക്കും അത് രണ്ടാമത് ഓടി വരണം കടിക്കാൻ. അപ്പോൾ അത് വായും വളർന്നു വരുമ്പോൾ ഒരേനെ കൊണ്ട് ഇതും പിടിച്ചു, എന്നെ കൊണ്ട് മറ്റേ വായും. ഇത്രയും എനിക്ക് പറ്റിയിട്ടുള്ളൂ. കൈക്കാണോ പരിക്ക്? കാലിനും. ആ രീതിയിൽ ഉന്മേഷ്, വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിരവധി പേർ ഇങ്ങനെ ചികിത്സ തേടി എത്തുന്നുണ്ട്. അതായത് നഗരത്തിന്റെ വിവിധയിടങ്ങൾ, പ്രത്യേകിച്ച് പുതിയ ബസ് സ്റ്റാൻഡ്, പ്രഭാത് ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ ഉൾപ്പെടെ. എവിടുന്നാ കടിയേറ്റത്? എവിടുന്നാ? ബാറ്റ ഷോറൂം, പ്രഭാത് ജംഗ്ഷൻ. അതെ. ഇന്നലെ സ്റ്റാഫിനെ കടിച്ച്, ഇന്ന് വീണ്ടും സ്റ്റാഫിനെ കടിച്ച്. അവർ വരുമ്പം രാവിലെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് കടിച്ചത്. ഷോപ്പിന്റെ അടുത്ത് അടുത്ത് തന്നെയാണ്. അങ്ങനെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ, അതായത് നല്ല തിരക്കേറിയ നഗരത്തിന്റെ വിവിധയിടങ്ങളിലാണ് ഇത്തരം തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ആ സ്ഥലങ്ങളിൽ നിന്ന് ജോലിക്കെത്തിയവർ അവിടെ കടകളിലൊക്കെ. ഏട്ടാ, എവിടുന്നാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻപിലാണ്. പ്രഭാത് ജംഗ്ഷൻ. അതെ. എന്താ സംഭവിച്ചത്? ഞാൻ ATM സെന്ററിൽ ഇറങ്ങി ഫോൺ ചെയ്യായിരുന്നു. എന്നെ കടിക്കുന്നത് ഞാൻ അറിയുന്നില്ല. പിന്നെ ആളുകൾ വിളിച്ച് പറഞ്ഞ ശേഷമാണ് രക്തം വരുമ്പോഴാണ് മനസ്സിലായത്. പരിക്ക് അടുത്തേ കാലിന്. എന്നെ കടിച്ച ഈ സ്ത്രീ ആ പെണ്ണുങ്ങളെയും കടിച്ചു സ്പീഡെ കടിച്ച് പോവാണത്. ഉന്മേഷ്, ഇന്ന് രാവിലെ ആദ്യം 11 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇപ്പോൾ കൂടുതൽ പേർ, ഇപ്പോൾ 5 പേർ കൂടി ചികിത്സ തേടി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൂടി കടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കൈക്കാണ് ആ കുട്ടിക്ക് കടിയേറ്റത്. താഴെ ചൊവ്വയിൽ വെച്ച്, വീടിന് തൊട്ട് സമീപം വെച്ചാണ് ആ കുട്ടിക്ക് കടിയേറ്റത്. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഇന്നലെ 56ഉം ഇന്നിപ്പോൾ 16ഉം 72 പേരെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ അവർ ചികിത്സ തേടിയിട്ടുണ്ട്. പലർക്കും കൈക്കും കാലുകൾക്കും ഗുരുതരമായി തന്നെ, സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ തെരുവുനായെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജില്ലയിലാകെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ABC സെന്റർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഊരത്തൂരിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെയും മതിയായ സൗകര്യങ്ങളില്ല. അപ്പോൾ ഈ പിടികൂടിയ തെരുവുനായകളെ തന്നെ എന്ത് ചെയ്യും? ഇനി എന്താണ് ഇതിൽ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ കോർപ്പറേഷനോ ജില്ലാ പഞ്ചായത്തിനോ കൃത്യമായ വ്യക്തതയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പരസ്പരം പഴിചാരി, ഇതിൽ പരസ്പരം പഴിചാരുന്ന നടപടി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായാലും അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറായാലും ഇവിടെ എത്തി സന്ദർശിച്ച് വിവരങ്ങളൊക്കെ തേടുന്നു എന്നതിനപ്പുറത്തേക്ക് തെരുവുനായ ആക്രമണം എങ്ങനെ തടയാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നഗരമാകെ തെരുവുനായുടെ ഭീതിയിലാണ് കഴിയുന്നത്. എവിടെയും ആൾക്കാർക്ക് ആശങ്കയോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ജോലി ചെയ്യാൻ പോകുന്നവർ, ബസ് കാത്തു നിൽക്കുന്നവർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവർ, ഈ കേന്ദ്രങ്ങളിലെല്ലാം, ഈ ഇടങ്ങളിലെല്ലാം തെരുവുനായുടെ ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ വിവിധ സംഘങ്ങളായി തെരുവുനായകളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കടിച്ച നായ്ക്ക് പേ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ, പേ വിഷബാധയുണ്ടോ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ അതൊരു വ്യക്തത വരണമെങ്കിൽ ഈ കാര്യത്തിൽ നായ പിടികൂടി അതിന്റെ പരിശോധനകളൊക്കെ നടത്തണം. ഇതുവരെ അത് സാധിച്ചിട്ടില്ല.
എന്തായാലും ജനങ്ങൾ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ്. ഓരോ നിമിഷവും ജില്ലാ ആശുപത്രിയിലേക്ക് നിരവധി പേരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായ വാക്സിൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സംവിധാനമൊക്കെ ഉണ്ട്. അതിന് മതിയായ സൗകര്യം ജില്ലാ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ചികിത്സ തേടിയെത്തുന്നവർക്ക് കൃത്യമായ ചികിത്സ നൽകാൻ ആശുപത്രിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഇങ്ങനെ തെരുവുനായ കടിച്ച് ആക്രമണത്തിനിരയായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ഈ അരുണിത് ഈ തെരുവുനായയുടെ ശല്യമുണ്ടായിരുന്ന സ്ഥലമായിരുന്നോ? ഇന്നലെ ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ആ സമയത്ത് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നാണോ അരുൺ? ഇന്നലെ 56 പേരെയാണ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതായത് പുതിയ ബസ് സ്റ്റാൻഡ്, പ്രഭാത് ജംഗ്ഷൻ എന്നുള്ളത് വളരെ തിരക്കേറിയ നഗരത്തിലെ ഒരു സ്ഥലമാണ്. പുതിയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അവിടെ തന്നെയാണ് വീണ്ടും ഇന്ന് രാവിലെയും ആ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ 6 മണി 5 മണി സമയങ്ങളിൽ 11 പേരെ തെരുവുനായ ആക്രമിച്ചു. ഇന്നലെ തന്നെ ആ നായ പിടികൂടണമെന്ന ആവശ്യമൊക്കെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അതിനെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് കോർപ്പറേഷൻ അധികൃതർ രാത്രി അറിയിച്ച വിവരം. പക്ഷേ അത് അങ്ങനെയല്ല. അത് ആ ജനങ്ങളെ ആക്രമിച്ച തെരുവുനായയല്ല ചത്തത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ കൂടുതൽ തെരുവുനായകൾ, ഇത്തരത്തിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കൂടുതൽ തെരുവുനായകൾ ഈ നഗരത്തിൽ തന്നെ ഉണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ സമയത്ത് പോലും ആൾക്കാർ ജില്ലാ ആശുപത്രിയിലേക്ക് കടിയേറ്റു എന്ന് പറഞ്ഞ് കാലിനൊക്കെ കടിച്ചു വലിച്ച് അല്ലെങ്കിൽ ആ കൈപ്പത്തിയൊക്കെ മുറിഞ്ഞ നിലയിലൊക്കെ ആൾക്കാർ സാരമായി തന്നെ പരിക്കേറ്റിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒരു സങ്കടകരമായ കാഴ്ച 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് കടിയേറ്റു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ നിർവാഹമില്ല. ആ കുട്ടിക്ക് അത്രത്തോളം പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് നല്ല പരിക്കുണ്ട്. ആ രീതിയിൽ നിരവധി പേരാണ് എത്തുന്നത്. ഇതിൽ കൃത്യമായ നടപടി ഇത് തടയുന്നതിന് വേണ്ടി ഉണ്ടാകണം എന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഒന്നാകെ. വലിയ ഭീതിയിലാണ് അവർ നഗരത്തിൽ. നമുക്കറിയാം, കണ്ണൂർ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലാണ് ഈ തെരുവുനായയുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണം ഉണ്ടാവുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിൽ കൂടുതൽ തെരുവുനായകൾ ഉണ്ട് എന്ന് തന്നെയാണ്. അത്തരത്തിൽ ഈ ആൾക്കാരെ ആക്രമിക്കുന്ന ഒന്നിൽ കൂടുതൽ തെരുവുനായകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഇനിയിപ്പോൾ കോർപ്പറേഷൻ ഉൾപ്പെടെ, ഇപ്പോൾ നേരത്തെ അല്പസമയം മുമ്പ് മേയർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയും ഇന്നുമായി 70-ലേറെ പേർക്കാണ് കണ്ണൂർ നഗരത്തിൽ തെരുവുനായുടെ കടിയേറ്റത്.